നഗ്നത ഉൾപ്പെടുന്ന ആത്മീയ ആചാരങ്ങൾ പിന്തുടരുന്ന ആഘോരി സന്യാസിമാരുടെ സാന്നിധ്യം പലർക്കും ആശയക്കുഴപ്പം സൃഷ്ടിച്ചതായിട്ട് അഘോരികൾ ആരാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടത്. ശിവന്റെ അഘോര രൂപത്തെ ആരാധിക്കുന്ന ഒരു കൂട്ടം ആളുകൾ അവർ താമസിക്കാറുള്ളത് ശ്മശാന സ്ഥലങ്ങളിലാണ്. ആളുകളെ ദഹിപ്പിച്ചതിന് ശേഷം ആ ചാരമെടുത്ത് ശരീരത്തിൽ മുഴുവനും ഇങ്ങനെ പുരട്ടുന്ന സന്യാസിമാരിമാരാണ്. മനുഷ്യന്റെ തലച്ചോറിന്റെ അസ്ഥി കപാലം അവർ ഉപയോഗിക്കുന്നു. ഭക്ഷണം കഴിക്കാനും പാനീയങ്ങൾ കുടിക്കാനും പൂജകൾക്കും ഒക്കെ മനുഷ്യന്റെ തലയോട്ടിയാണ് അവർ ഉപയോഗിക്കാറുള്ളത്. ഇവരെ മാംസഭക്ഷണം എന്ന് പറയുമ്പോൾ ചില സമയത്തൊക്കെ മനുഷ്യ അവശിഷ്ടങ്ങളും ഇവർ ഭക്ഷിക്കാറുണ്ടെന്നാണ് വെപ്പ്. ചില അഘോരികൾ മദ്യം, അതേപോലെ തന്നെ കഞ്ചാവ്, മരിഹുവാന അതൊക്കെ അവർ ധാരാളം ഉപയോഗിക്കുന്ന ആളുകളാണ്. സ്ത്രീ അഘോരികൾ ഉണ്ടോ എന്നുള്ളത് ഉണ്ട്, പക്ഷേ വളരെ അപൂർവമായിട്ടേ ഇവരെ കാണാൻ കഴിയുള്ളൂ. അവരും പുരുഷന്മാരെ പോലെ തന്നെ തപസ്സും അനുഷ്ഠാനങ്ങളും ചെയ്യുന്നുണ്ട്. അവരും വിവസ്ത്രമായിട്ടാണ്, നൂടായിട്ടാണ് നടക്കാറുള്ളത്. ഏവർക്കും സ്നേഹവന്ദനം. ഉത്തർപ്രദേശ് സംസ്ഥാനത്ത് നിന്ന് എത്തിയ ആഘോരി സന്യാസിമാർ കേരളത്തിൽ വന്ന് തിരുവനന്തപുരത്ത് നേമത്ത് മത്സരിക്കുന്ന രാജീവ് ചന്ദ്രശേഖർജിയെ അനുഗ്രഹിച്ച സംഭവത്തെ തുടർന്ന് സമൂഹത്തിൽ വിവിധ പ്രതികരണങ്ങളാണ് ഉയർന്നിട്ടുള്ളത്. ആരാണ് ഈ ആഘോരി സന്യാസിമാർ എന്നും അവരുടെ ജീവിതചര്യകൾ എന്താണെന്നും അവരുടെ പ്രവർത്തന മേഖലകൾ ഏതൊക്കെയാണ് എന്നുള്ളതും നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതിന് മുമ്പായി ഈ സന്ദർശനത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പങ്കുവെക്കാം. അതിനുശേഷം അവരെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പങ്കുവെക്കാം എന്ന് ആഗ്രഹിക്കുകയാണ്. ഭാരതീയ ജനതാ പാർട്ടിയുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥിക്കായി ഇത്തരമൊരു ചടങ്ങ് സംഘടിപ്പിച്ചതാണ് ചർച്ചയ്ക്ക് വഴിവെച്ചത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കേരളം ഉയർന്ന സാക്ഷരതയും സാമൂഹ്യ പുരോഗതിയും കൊണ്ട് അറിയപ്പെടുന്ന ഒരു സംസ്ഥാനമാണെന്നുള്ളത് യാതൊരു സംശയവുമില്ല. മലയാളികൾ പൊതുവെ വസ്ത്രധാരണത്തിലും പൊതുചര്യകളിലും ഒരു വിനയവും മാന്യതയും പാലിക്കുന്നവരാണ്. സാമൂഹ്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ കേരളത്തിന്റെ സംസ്കാരത്തിന്റെ ഒരു പ്രധാന ഘടകം തന്നെയാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ നഗ്നത ഉൾപ്പെടുന്ന ആത്മീയ ആചാരങ്ങൾ പിന്തുടരുന്ന ആഘോരി സന്യാസിമാരുടെ സാന്നിധ്യം പലർക്കും ആശയക്കുഴപ്പം സൃഷ്ടിച്ചതായിട്ട് മാധ്യമ വാർത്തകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഭാരതത്തിന്റെ വൈവിധ്യമാർന്ന ആത്മീയ പാരമ്പര്യത്തിന്റെ ഭാഗമായാണ് അഘോരി സമ്പ്രദായം കണക്കാക്കപ്പെടുന്നത്. എങ്കിലും കേരളത്തിലെ സാധാരണ സാമൂഹിക സാഹചര്യങ്ങളിൽ ഇത് അത്യപൂർവമായതിനാൽ പൊതുജനങ്ങളിൽ ആശങ്കയും ചർച്ചയും ഉയർന്നത് സ്വാഭാവികമായിട്ട് നമുക്ക് കാണാൻ കഴിയുള്ളൂ. ചിലരുടെ അഭിപ്രായത്തിൽ തെരഞ്ഞെടുപ്പ് പോലെയുള്ള ഗൗരവമേറിയ സമയങ്ങളിൽ ഇത്തരം വ്യത്യസ്ത സാംസ്കാരിക പ്രതീകങ്ങൾ പ്രചാരണത്തിലേക്ക് കൊണ്ടുവരുന്നത് ആവശ്യമായിരുന്നില്ല എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പുകൾ സാധാരണയായി വികസനം, ഭരണക്ഷമത, ജനക്ഷേമം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടതായിട്ടുള്ള സമയമാണല്ലോ. അതിൽ നിന്ന് ആളുകളുടെ ശ്രദ്ധ തിരിക്കപ്പെടുവാനുള്ള സാധ്യതയും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതേസമയം ഇന്ത്യയുടെ ശക്തി അതിന്റെ വൈവിധ്യത്തിലാണ്. വ്യത്യസ്ത ആചാരങ്ങളെ പരിചയപ്പെടുന്നത് ഒരു പഠനാവസരമാണെന്നും ചില ആളുകളൊക്കെ അഭിപ്രായപ്പെടുന്നുണ്ട്. എന്നാൽ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഇത്തരം പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ അത് യഥാർത്ഥ സാംസ്കാരിക ഇടപെടലാണോ എന്ന ചോദ്യം നമ്മളിൽ നിന്ന് ഉയർന്നു വരേണ്ടതാണ്. കേരളം പോലുള്ള സാമൂഹ്യ ബോധമുള്ള സംസ്ഥാനങ്ങളിൽ വോട്ടർമാർ ഇത്തരം സംഭവങ്ങളെക്കാൾ സ്ഥാനാർത്ഥിയുടെ നയങ്ങളും പ്രവർത്തനങ്ങളും വിലയിരുത്തുമെന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. പ്രാദേശിക സംസ്കാരത്തെ മാനിച്ച് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന്റെ ആവശ്യകത ഈ ഒരു സംഭവം വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇത്തരണത്തിലാണ് അഘോരികൾ ആരാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടത്. അഘോരികൾ ഹിന്ദു മതത്തിലെ ശൈവ സന്യാസ സമ്പ്രദായത്തിലെ ഒരു അത്യന്തം വ്യത്യസ്തവും കടുത്ത തപസ്സും അനുഷ്ഠാനങ്ങളും ചെയ്യുന്ന ഒരു വിഭാഗമാണ്. അവർ പ്രധാനമായും ശിവഭക്തന്മാരാണ്. പ്രത്യേകിച്ച് ശിവന്റെ അഘോര രൂപത്തെ ആരാധിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. അഘോര എന്നത് ഭയങ്കരമല്ലാത്തത് അല്ലെങ്കിൽ ഭയമില്ലാത്തത് എന്നർത്ഥം വരികയാണ്. അഘോര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഘോരമല്ലാത്തത്, ഭയമില്ലാത്തത് എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അതായത് ജീവിതത്തിലെ നല്ലതും മോശവും ശുദ്ധവും അശുദ്ധവും എന്നീ വ്യത്യാസങ്ങളെ അതിജീവിക്കുകയാണ് ഈ സന്യാസിമാരുടെ ലക്ഷ്യം. അവരുടെ പ്രധാന വിശ്വാസങ്ങൾ അദ്വൈത തത്വമാണ്. നോൺ ഡുവാലിറ്റി എന്ന് പറയും. അതായത് അദ്വൈതം എന്നുള്ളത് നമുക്കറിയാം. ശ്രീ ശങ്കരാചാര്യരുടെ അദ്വൈത തത്വമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളതാണല്ലോ. എല്ലാം ഒരേ ദൈവിക ശക്തിയുടെ ഭാഗമാണെന്ന് അവർ വിശ്വസിക്കുന്നു. ഈശ്വരനും മനുഷ്യനും ദ്വൈതമല്ല, അദ്വൈതമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടല്ല, ഒന്നാണ്. അഹം ബ്രഹ്മാസ്മി, തത്വമസ്മി, അല്ലെ, നമ്മൾ കേട്ടുള്ള വാക്കാണ്. അപ്പൊ അതേപോലെ അവരത് വിശ്വസിക്കുന്നു. ശുദ്ധി അശുദ്ധി അങ്ങനെ ഒന്നില്ല. മനുഷ്യർ നിർമ്മിച്ച ആശയങ്ങളാണ് ശുദ്ധം അശുദ്ധം എന്ന വ്യത്യാസങ്ങൾ എന്നിവരെ വിശ്വസിക്കുന്നു. മാത്രവുമല്ല മോക്ഷത്തെക്കുറിച്ചുള്ള ലക്ഷ്യം, അതാണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ്.
ജനനം മരണം ചക്രത്തിൽ നിന്ന് മോചനം നേടുന്ന ഒന്നാണ്. ഈ ജനനം എന്ന് പറയുന്നതും മരണം എന്ന് പറയുന്നത് ഈ ഒരു ലൈഫ് സ്പാനിൽ നിന്ന് അല്ലെങ്കിൽ ലൈഫ് സൈക്കിളിൽ നിന്നുള്ള ഒരു മോചനമാണ്, മോക്ഷപ്രാപ്തിയാണ്. അവരുടെ ജീവിത രീതി എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് അവർ താമസിക്കാറുള്ളത് ശ്മശാനങ്ങളിലാണ് അവർ താമസിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ വാസം എന്ന് പറയുന്നത് ശ്മശാന വാസമാണ്. ഉദാഹരണത്തിന് വാരണാസിയിലെ മണികർണിക ഘട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് അവര് ധാരാളം പേര് കാണാനായിട്ട് സാധിക്കും. ഞാൻ ആ പ്രദേശങ്ങളിലൊക്കെ സഞ്ചരിച്ചുള്ള ഒരു വ്യക്തിയാണ്. അപ്പം ശ്മശാനം ജീവിതത്തിന്റെ നശ്വരത അല്ലെങ്കിൽ ഇംപെർമനൻസിനെ മനസ്സിലാക്കാനുള്ള ഒരു സ്ഥലമായിട്ടാണ് ഇവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മരണത്തെ ഭയക്കാതെ അതിനെ സ്വീകരിക്കാനായിട്ടാണ് ആ പഠനം കൊണ്ട് അല്ലെങ്കിൽ അവരുടെ ജീവിതം കൊണ്ട് അവര് മുന്നോട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടാമതായിട്ട് ചാരം മോഡൽ അല്ലെങ്കിൽ സ്മിയറിംഗ് എന്ന് പറയും. അവർ ദഹനശേഷമുള്ള ചാരം ശരീരത്തിൽ പുരട്ടുന്നു. ആളുകളെ ദഹിപ്പിച്ചതിന് ശേഷം ആ ചാരം എടുത്ത് ശരീരത്തിൽ മുഴുവനും ഇങ്ങനെ പുരട്ടുന്ന സന്യാസി ഭാര്യന്മാരാണ്. ഇത് മരണത്തിന്റെ യാഥാർത്ഥ്യം ഓർമ്മപ്പെടുത്തുന്നു എന്നാണ് അവരുടെ വാദം. മൂന്നാമതായിട്ട് കപാല ഉപയോഗം അല്ലെങ്കിൽ ഹ്യൂമൻ സ്കൽ, മനുഷ്യന്റെ തലച്ചോറിന്റെ അസ്ഥി കപാലം അവർ ഉപയോഗിക്കുന്നു. ഭക്ഷണം കഴിക്കാനും പാനീയങ്ങൾ കുടിക്കാനും പൂജകൾക്കുമൊക്കെ മനുഷ്യന്റെ തലയോട്ടിയാണ് അവർ ഉപയോഗിക്കാറുള്ളത്. നാലാമതായിട്ട് അനുഷ്ഠാനങ്ങൾ. അവരുടെ ചില ആചാരങ്ങൾ സാധാരണ സമൂഹത്തിന് വിചിത്രമോ ഭയപ്പെടുത്തുന്നതായിട്ട് തോന്നിയേക്കാം. ശവസംസ്കാര സ്ഥലങ്ങളിൽ ധ്യാനിക്കുക, അതുപോലെ തന്നെ താന്ത്രിക പൂജകൾ നടത്തുക, അതേപോലെ മാംസഭക്ഷണം. മാംസഭക്ഷണം എന്ന് പറയുമ്പോൾ ചില സമയത്തൊക്കെ മനുഷ്യ അവശിഷ്ടങ്ങളും ഇവർ ഭക്ഷിക്കാറുണ്ടെന്നാണ് വെപ്പ്. സമൂഹം നിരസിക്കുന്ന കാര്യങ്ങൾ സ്വീകരിക്കലാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തത്വം തന്നെ. അവർ മദ്യം കുടിക്കുമോ എന്ന് പല ആളുകളും ചോദിക്കാറുണ്ട്. തീർച്ചയായിട്ടും ചില അഘോരികൾ മദ്യം, അതേപോലെ തന്നെ കഞ്ചാവ്, മരിഹുവാന അതൊക്കെ അവര് ധാരാളം ഉപയോഗിക്കുന്ന ആളുകളാണ്. അപ്പൊ എന്തിനാണ് ഈ വിധത്തിൽ ഇതൊക്കെ അവർ ചെയ്യുന്നത്? അതൊരു ആനന്ദത്തിനായിട്ടാണെന്നല്ല അവർ ധരിച്ചു വെച്ചിരിക്കുന്നത്, മറിച്ച് മനസ്സിന്റെ നിയന്ത്രണങ്ങൾ തകർക്കാൻ വേണ്ടിയിട്ടാണ്. മനുഷ്യനെ നിയന്ത്രിക്കുന്നത് മനസ്സാണല്ലോ. അപ്പൊ ആ മനസ്സിനെ തകർത്ത് കളഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ പിന്നെ അവർക്ക് മനസ്സിന്റെ നിയന്ത്രണങ്ങൾ വേണ്ട എന്നുള്ളതാണ് അവരുടെ ചിന്തകൾ. അതേപോലെ തന്നെ ധ്യാനത്തിൽ ആഴമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കഞ്ചാവ് വലിക്കുന്നതെന്നാണ് ഇവർ പറയുന്നത്. മാത്രമല്ല അഹങ്കാരം ഇല്ലാതാക്കാൻ കൂടിയാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് കഞ്ചാവും മദ്യവും ഒക്കെ അവർ ഉപയോഗിക്കുന്നതെന്നാണ് അവരുടെ വെപ്പ്. ഇനി ഇവരെ മനുഷ്യ മാംസം ഭക്ഷിക്കുമോ എന്നുള്ളതാണല്ലോ ഒരു ചോദ്യം. ചില അഘോരികൾ ശവങ്ങളിൽ നിന്ന് ലഭിക്കുന്ന മാംസം ഉപയോഗിക്കുന്നതായിട്ട് വിശ്വാസമുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇത് ഭയം, വെറുപ്പ്, സാമൂഹ്യ നിയമങ്ങൾ എന്നിവയെ അതിജീവിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് സാധാരണ ജീവിതത്തിൽ ചെയ്യുന്നതല്ല. പ്രത്യേക ആത്മീയ അനുഷ്ഠാനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇവര് ഈ തരത്തിൽ മനുഷ്യ മാംസം കഴിക്കുന്നത്. ഇനി പ്രശസ്ത അഘോരി ആരാണ് എന്ന് ചോദിച്ചാൽ കീനാരാം ബാബ കീനാരാം എന്ന് പറയുന്നതായിട്ടുള്ള ഒരാളാണ് ഇവരുടെ ടോപ്പ് ലീഡർ. ആധുനിക അഘോരി സമ്പ്രദായത്തിന്റെ സ്ഥാപകനായിട്ട് ഇദ്ദേഹത്തെയാണ് കരുതപ്പെടുന്നത്. വാരണാസിയുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ ചില ആളുകൾ ചോദിക്കാറുണ്ട്, സ്ത്രീ അഘോരികൾ ഉണ്ടോ എന്നുള്ളത്. ഉണ്ട്, പക്ഷേ വളരെ അപൂർവമായിട്ടേ ഇവരെ കാണാൻ കഴിയുള്ളൂ. അവരും പുരുഷന്മാരെ പോലെ തന്നെ തപസ്സും അനുഷ്ഠാനങ്ങളും ചെയ്യുന്നുണ്ട്. അവരും വിവസ്ത്രമായിട്ടാണ്, ന്യൂഡായിട്ടാണ് നടക്കാറുള്ളത്. പൊതുവിൽ സമൂഹത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നതിനാൽ വളരെ കുറച്ച് വിവരങ്ങൾ മാത്രമേ നമുക്ക് ഇവരെ കുറിച്ച് ലഭ്യമാകാറുള്ളൂ. എന്താണ് ഈ അഘോരികളുടെ ലക്ഷ്യം? അവരുടെ അന്തിമ ലക്ഷ്യം എന്താണ്? അഹങ്കാരനാശം, ഭയമില്ലാതാക്കൽ, ഈശ്വരനുമായിട്ട് ഏകത്വം പ്രാപിക്കൽ അല്ലെങ്കിൽ മോക്ഷം, എൻലൈറ്റ്മെന്റ്. ഒറ്റ നോട്ടത്തിൽ അഘാരികൾ ആര് എന്ന് ചോദിച്ചാൽ അവര് ശിവഭക്തരാണ്, ശ്മശാനങ്ങളിൽ താമസിക്കുന്നവരാണ്, ശുദ്ധി അശുദ്ധി വ്യത്യാസം നിരസിക്കുന്നവരാണ്, കടുത്ത താന്ത്രിക സാധന ചെയ്യുന്നവരായിട്ടുള്ള ആളുകളാണ്. അതുപോലെ മോക്ഷം ലക്ഷ്യമാക്കി ജീവിക്കുന്നവരായിട്ടാണ് ഈ കൂട്ടരെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള വിവസ്ത്രരായിട്ട് നടക്കുന്ന സന്യാസി വര്യന്മാരാണ് നമ്മുടെ കേരളത്തിൽ വന്നത്. അദ്ദേഹം വന്നത് നമ്മുടെ രാജീവ് ചന്ദ്രശേഖർജിയെയും BJP കാൻഡിഡേറ്റ്സിനെയും ആശീർവദിക്കാനായിട്ടാണെന്നും BJP ഇവിടെ ഭരണം ഏറ്റെടുക്കേണ്ടതിനായിട്ട് അവരെ
അവർക്ക് കൂടുതൽ സീറ്റുകൾ കിട്ടാൻ വേണ്ടിയിട്ടാണെന്നും സന്യാസി തന്നെ ഇന്ത്യയിൽ പറഞ്ഞത് നിങ്ങൾ റിപ്പോർട്ടർ ചാനലിലൂടെ മറ്റു ചാനലുകളിലൂടെ ഒക്കെ ഈ ദിവസങ്ങളിൽ കണ്ടു കാണുമല്ലോ. അപ്പൊ ഇതിന്റെ ഒരു അപകടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു, കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് ഇതുപോലെയുള്ള സന്യാസി വരന്മാരൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ കുഞ്ഞുങ്ങളെ ഭയപ്പെടുത്തുമല്ലോ. ഞാൻ അതൊന്നും ആ വിധത്തിലൊന്നും അതിനെ കാണുന്നില്ല. മറിച്ച് നമുക്ക് ഉള്ളതായ നല്ലൊരു പൈതൃകവും സംസ്കാരവും അത് കുറെ കൂടെ ഈ മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമത്തത്തിലേക്ക് ആളുകളെ കൊണ്ടുപോകാൻ കൂടുതൽ കാരണമാക്കുകയും അങ്ങനെ മനുഷ്യന്റെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ മനുഷ്യന്റെ മനസ്സിനെ അത് ഇല്ലാതെയാക്കുകയും ചെയ്യുമ്പോൾ മനുഷ്യൻ കേവലം മൃഗത്തെക്കാളും അധപ്പതിച്ച് പോകുമെന്നുള്ളതാണ് എന്റെ ഭയം. കാരണം മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ്. ജ്ഞാനവും വിവേകവും സാമൂഹ്യമായിട്ടുള്ള ബന്ധവും ഒരുമിച്ച് ചേർന്ന് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക ദൈവിക സൃഷ്ടിയാണ് മനുഷ്യൻ. ആ മനുഷ്യന് സൃഷ്ടികളിൽ മണിമകുടമായതുകൊണ്ട് ആ മനുഷ്യന്റെ മഹത്വം ത്യജിക്കുകയും മനുഷ്യന്റെ ആ നന്മയെ ഇല്ലായ്മ ചെയ്യുകയും ചെയ്യുന്ന തരത്തിലുള്ള പ്രാകൃത സ്വഭാവത്തിലേക്ക് ആളുകളെ കൊണ്ടെത്തിക്കുമോ എന്നുള്ള ഭയം എൻ്റെ ഉള്ളിൽ ഇന്നലെ മുതൽ ആരംഭിച്ചിരിക്കുകയാണ്. കാരണം കേരളത്തിലേക്കുള്ളവരുടെ വരവ് അത് അത്ര പന്തിയാണോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നന്ദി, നമസ്കാരം.